ദേ ഈ ഒരു കപ്പേളയും ഹോസ്പിറ്റലും റെസ്റ്റോറൻറ്റും ടെറഫും നേഴ്സിംഗ് കോളേജും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ സ്ഥലം ഏതാണെന്ന്. അതെ ഗെയ്സ്, നമ്മൾ ഇന്നുള്ളത് പഴങ്ങനാടാണ്. നമ്മുടെ എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായ ഒരു പ്രദേശമാണ് കേട്ടോ പഴങ്ങനാട്. പുക്കാട്ടുപടിക്കും കിഴക്കമ്പലത്തിനും ഇടയ്ക്കായിട്ടാണ് കേട്ടോ പഴങ്ങനാട് എന്ന് പറയുന്ന നമ്മുടെ മനോഹരമായിട്ടുള്ള സ്ഥലമുള്ളത്. പുക്കാട്ടുപടിയിൽ നിന്ന് കിഴക്കമ്പലത്തേക്ക് വരുമ്പോൾ നമുക്ക് റോഡിന് നടുവിലായിട്ടൊരു കപ്പേള കാണാം. കപ്പേളയുടെ സൈഡിൽ കൂടെ വലതുവശത്തൂടെ കിടക്കുന്ന റോഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടമ്പ്രയാർ എക്കോ ടൂറിസം പോയിന്റിലേക്കൊക്കെ എത്താം. അവിടെ നിന്ന് നേരെ തെങ്ങോട് വഴി കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗത്തേക്കൊക്കെ പോകാമേ. സെന്റ് അഗസ്റ്റിൻസ് പള്ളിയും അതിന്റെ പാരിഷാളും ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഈ ഒരു നാട്ടുവഴിയിലൂടെ നമുക്ക് കടമ്പ്രയാർ എക്കോ ടൂറിസം പോയിന്റിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഇതുകൊണ്ട് ചക്കയൊക്കെ ഉണ്ടായി കിടക്കുന്നത് ഇന്ത്യൻ LPG സിലിണ്ടറിന്റെ ഗോഡൌൺ ആണ് കേട്ടോ. അത് കഴിയുമ്പോൾ തന്നെ കുട്ടികളുടെ ഒരു ജംഗിൾ പാർക്ക് ഒക്കെ ഉണ്ട്. ഇത് ലയൺസ് ക്ലബ് ആണ് ഇത് നടത്തുന്നത്. കുട്ടികളുമായിട്ട് വന്നെങ്കിൽ മാത്രമേ ഈ പാർക്കിലേക്ക് പ്രവേശനമുള്ളൂ. കപ്പിൾസിന് മാത്രമായിട്ടൊന്നും കയറത്തില്ല. അതിന്റെ തൊട്ടടുത്ത് തന്നെ ലയൺസ് ക്ലബിന്റെ വക ശ്രീജേഷ് അക്കാഡമി ഉണ്ട്. അവിടെ ഫുട്ബോൾ, ബാഡ്മിന്റൺ, കരാട്ടെ, യോഗ, ഫിറ്റ്നസ്, പിന്നെ സ്കേറ്റിംഗ്, ക്രിക്കറ്റ് കോച്ചിങ് ഒക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇതുവഴി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ ഫുട്ബോൾ കോച്ചിങ്ങും അതുപോലെ തന്നെ അവർ ഫുട്ബോൾ കളിക്കുന്നതും ഒക്കെ കണ്ടു നിൽക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കടമ്പ്രയാർ ഉള്ളത്. കടമ്പ്രയാറിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ നേരത്തെ ചെയ്തതാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ ലിങ്ക് ചെയ്തേക്കാം. പഴങ്ങനാടുള്ള സമൃദ്ധിയൻ ഹോസ്പിറ്റലാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. ഹോസ്പിറ്റലിലോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാഷ്വാലിറ്റി ഉള്ളത്. ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലേക്കുള്ള വഴി മോസ്കോ ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ കഴിഞ്ഞ് പുക്കാട്ടുപടി ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു ഹോട്ടലാണ് ഇത്. ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ സമർത്ഥ്യൻ കോളേജ് ഓഫ് നേഴ്സിംഗും ഉണ്ട്. ഇതൊരു നേഴ്സിംഗ് കോളേജാണ്. ഹോസ്പിറ്റലിന്റെ തന്നെ കീഴിലാണ് കേട്ടോ ഈ കോളേജ് ഉള്ളത്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡിലുള്ള റോഡാണ് ഈ കാണുന്നത്. ഇതാണ് നേഴ്സിംഗ് കോളേജിന്റെ ഹോസ്റ്റൽ വരുന്നത്. ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ നല്ലൊരു അടിപൊളി റെസ്റ്റോറന്റ് ഉണ്ട്. ഡൈനിൻ കാസ എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. ഈ ഒരു റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ കോഫി ഷോപ്പുകളും ജ്യൂസ് പാർലറുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു ആംബിയൻസിൽ നല്ല കിടിലൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് കൂടിയാണ് കേട്ടോ നമ്മുടെ ഡൈനിൻ കാസ. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ഭാരത് പെട്രോളിയത്തിന്റെ ഒരു പമ്പും കൂടിയുണ്ട്. കിഴക്കമ്പലത്ത് നിന്ന് വരുമ്പോൾ ഹോസ്പിറ്റലിന്റെ സൈഡിൽ കൂടെയുള്ള ഈ റോഡിൽ നമുക്ക് കടമ്പ്രയാർ പോവാം. ഇതാണ് കേട്ടോ പഴങ്ങനാടുള്ള റേഷൻ കട. നിങ്ങൾ കിഴക്കമ്പലം ഭാഗത്തുനിന്ന് വരുമ്പോഴത്തേക്കും തേവയ്ക്ക വഴി നിങ്ങൾക്ക് വള്ളത്തോൾ ഭാഗത്തേക്കോ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കോ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ആൽമരം കഴിയുമ്പോഴത്തേക്കും ഒരു വളവുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് റോഡ് കിടക്കും. ആ വഴിക്ക് പോയാൽ പുക്കാട്ടുപടി ടൗണിലെ ബ്ലോക്ക് ഒഴിവാക്കാവേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെക്കാൻ മറക്കല്ലേ.